ഈ സീസണിലെ മറ്റൊരു മികച്ച ആനിമയാണ് വിച്ച് ആൻഡ് ബീസ്റ്റ് എന്ന് പറയുന്നത്. 12 എപ്പിസോഡാണ് ഈ സീസണിൽ ടോട്ടൽ ഉള്ളത്. ഇതുവരെ 6 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. സോ മാജിക്കും സൂപ്പർ നാച്ചുറൽ സ്റ്റഫൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്ന ഐറ്റമാണ് ഈ ആനിമ എന്ന് പറയുന്നത്. സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഫീൽ ലൈക്ക് ഒരു ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് ഇല്ലേ, അതുപോലെ തന്നെ ഏകദേശം. ബട്ട് കുറേ കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇവിടെ നമുക്ക് 2 മെയിൻ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ഗൈഡും അതുപോലെ തന്നെ അഷാഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. സോ ആനിമെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇവർ രണ്ടുപേരും ഒരു പുതിയ സിറ്റിയിലോട്ട് ഒരു വിച്ചിനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ മെയിൻ ക്യാരക്ടറായ ഗൈഡുവിന് ഒരു വിച്ച് കേഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കേഴ്സ് മാർക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഒരു വിച്ചിൻ്റെ കേഴ്സ് മാർക്ക് റിമൂവ് ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഒന്ന്, എ ലവിങ് കിസ് ഫ്രം എ പ്രിൻസ് ഇൻ എ വൈറ്റ് ഹോഴ്സ്. അപ്പോൾ അത് എന്തായാലും നടക്കില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ കേഴ്സ് ചെയ്ത വിച്ച് തന്നെ ഒരു ചേഞ്ച് ഓഫ് ഹാർട്ട് ഉണ്ടായിട്ട്, അതായത് ഒരു മനംമാറ്റം, ഒരു മനസ്സ് മാറിയിട്ട് ആ കേഴ്സ് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗൈഡോന് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അഷാഫ് ആണെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് മേജാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുള്ള കോംബോ ഭയങ്കര രസമാണ്. ലൈക്ക് ഒരു ഗൈഡോ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്തിലേക്കും എടുത്ത് ചാടിയ ഫൈറ്റ് ഉണ്ടാക്കുക, അടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നാൽ അഷാഫ് ആണെങ്കിൽ വളരെ കൃത്യമായി ആലോചിച്ചും കണ്ട് ഓരോ കാര്യങ്ങളും കണക്ക് കൂട്ടിയാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരുടെ കോംബോ എന്നതൊക്കെ വളരെ രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു മാജിക് ഓർഗനൈസേഷൻ ഉണ്ട്, ദ ഓർഡർ ഓഫ് മാജിക്കൽ റെസൊണൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാജിക് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷനാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് കിട്ടുന്ന ഓരോ ഓർഡേഴ്സും ഇഷ്യൂസും ഒക്കെ ഇവർ ചെന്ന് അന്വേഷിക്കുകയും അങ്ങനെ അത് തീർപ്പാക്കി പോരുകയൊക്കെ ചെയ്യുകയാണ്. അതേസമയത്ത് തന്നെ ഈ ഗൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു കേഴ്സ് ഇല്ല, ആ കേഴ്സ് കൊടുത്ത് ഏത് വിച്ചാണോ ആ വിച്ചിനെ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കലും കൂടിയാണ് ഇവരുടെ പണി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈ ഒരു വിച്ചിനെ അന്വേഷിച്ച് ഇവർ ഈ പുതിയ ടൗണിലേക്ക് വരികയാണ്. സോ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു വിച്ചിന് ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. വളരെ അവരുടെ എല്ലാം ഫേവറേറ്റ് ആയുള്ള ഒരു ക്യാരക്ടറാണ് ഈ വിച്ച് എന്ന് പറയുന്നത്. ബട്ട് അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അങ്ങനെ അവസാനം വരുമ്പോൾ വളരെ കിടിലൻ നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗൈഡോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു കിടിലൻ ട്വിസ്റ്റും കുറേ സർപ്രൈസുകളെല്ലാം ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നല്ല കിടിലൻ ആക്ഷൻ സീൻ, ഫൈറ്റ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മാജിക് ആയാലും ഒരുവിധം നല്ല രീതിയിൽ ആനിമേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനിമേഷൻ നല്ല ക്വാളിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ മാങ്ക നല്ല ഫേമസ് ആണ്. ഇതിലെ ആർട്ട് സ്റ്റൈലൊക്കെ അത്ര കിടിലനാണ് ഇതിൻ്റെ മാങ്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാങ്ക വളരെ രസമാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക, നല്ല കിടിലൻ മാങ്കയാണ്. സോ ഒരു ഫേമസ് ആയിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ മാങ്ക എന്ന് പറയുന്നത്. ആനിമയിലേക്ക് വരുമ്പോൾ വലിയ മാറ്റമൊന്നും ഇല്ലാത്ത തന്നെ നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ആനിമയാണ് എന്തൊക്കെയായാലും. അപ്പോൾ നിങ്ങൾക്ക് ഈ സീസണിൽ ഇറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ ആനിമേസും നല്ല ആനിമേസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല ഒരു ആനിമയാണ് ദ വിച്ച് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത്.